സൂം ചെയ്യുന്നുണ്ട്. അതിൽ അരിവാഴ്ച നക്ഷത്രമാണോ കാണുന്നത് എന്നതിന് അപ്പോൾ ഇത് ഒരു വ്യാജരേഖയാണെന്നാണോ? ഇങ്ങനെ അക്കൗണ്ടിൽ യഥാർത്ഥത്തിൽ നിങ്ങൾ പണം തിരിച്ചിട്ടുണ്ടോ? അതിൽ എത്ര പൈസ ഉണ്ടായിരുന്നു? അത് മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടോ? അങ്ങനെ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിവരമുണ്ടോ? അത് വാട്സ്ആപ്പ് ചെയ്തിട്ടുണ്ടോ? സ്ക്രീനിൽ ശവന്തൂക്കികളെ എത്ര രൂപ മോഷ്ടിച്ചു? അരുൺകുമാറിനെ പോലത്തെ ശവന്തൂക്കികളെ എത്ര രൂപ മോഷ്ടിച്ചു? ശവന്തൂക്കികളെ CPM-ന്റെ പൈസ എവിടെയായിരുന്നല്ലോ രാജു പി നായർ മാധുവിന്റെ ചർച്ചയിൽ ചോദിച്ചത്. CPM പിരിച്ച തുക 92 ലക്ഷം രൂപ 21/3/2025 ആ ഡേറ്റ് ഇത് ഈ ചർച്ച കേൾക്കുന്നുണ്ടെങ്കിൽ രാജു പി നായർക്ക് കൂടി വേണ്ടിയാണ്. 21/3/2025 മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് CPM-ന്റെ സെൻട്രൽ കമ്മിറ്റി AKG ഭവൻ ന്യൂഡൽഹി 92 lakh rupees കൊടുത്തതായിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. CMDRF-ന്റെ നമ്പർ കൂടി ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ബി നമ്പർ C332346 എന്ന നമ്പറിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 21/3/2025 92 ലക്ഷം രൂപ CPM-ന്റെ സെൻട്രൽ കമ്മിറ്റി നേരത്തെ മാധു പറഞ്ഞ അക്കൗണ്ടിലൂടെ പിരിച്ച പണം അടച്ചിട്ടുണ്ട്. ഇനി ചോദ്യം, കോൺഗ്രസ് പിരിച്ച പണം എത്ര, അതിൽ എത്ര ബാക്കി, ഏത് അക്കൗണ്ടിൽ നിന്ന്? യൂത്ത് കോൺഗ്രസ് പിരിച്ച തുക എവിടെയാണ്? കോൺഗ്രസ് പണിയും എന്ന് പറഞ്ഞ വീട് എവിടെയാണ് എന്ന ചോദ്യം നിരന്തരം ഉന്നയിക്കുന്ന സമയത്താണ് കുറച്ചു മുമ്പ് ഒരു അരമണിക്കൂറിന് മുമ്പ് വലിയ തോതിലുള്ള ഒരു ആരോപണം കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നത്. CPM-ന്റെ പോളിറ്റ് ബ്യൂറോയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇപ്പോഴും ആ സൈറ്റിൽ കിടക്കുന്ന സ്റ്റേറ്റ്മെന്റ് കാണിച്ചുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്. അവിടെ അങ്ങനെ ഒരു പിരിവ് നടന്നിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇത്രയും കാലം അതിനെക്കുറിച്ച് പറഞ്ഞു? വലിയ ആരോപണമായിരുന്നു. മാത്രമല്ല എം സ്വരാജ് വിളിച്ച ശവം തൂക്കി എന്ന വാക്ക് ആവർത്തിച്ച് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. സ്വന്തം മനസ്സിൽ അങ്ങനെയാണല്ലോ, ഇതൊന്നും കൊടുത്തിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ പിരിച്ച പണം മുഴുവൻ മുക്കിയ ആൾക്കാർക്ക് എല്ലാവരും അങ്ങനെ മുക്കിയിട്ടുണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് കോൺഗ്രസ് പിരിച്ച സംഘടനാപരമായി പിരിച്ച തുകയുടെ കണക്ക് ഇതുവരെയും ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞില്ല എന്നിരിക്കെയാണ് കോൺഗ്രസ് CPM-നെതിരെ ഇത്രയും രൂക്ഷമായൊരു ആരോപണം ഉന്നയിക്കുകയും അത് നിമിഷങ്ങൾക്കുള്ളിൽ അതിന് ഒഫീഷ്യലായി ട്രാൻസ്ഫറിന്റെ ഈ നമ്പർ അടക്കം CPM-ന് വിശദീകരിക്കാൻ കഴിയുകയും ചെയ്യുന്നത് എന്നത് പ്രധാനമാണ്. ശവന്തൂക്കികളെ എത്ര രൂപ മോഷ്ടിച്ചു? ഇനി ചോദ്യം, കോൺഗ്രസ് പിരിച്ച പണം എത്ര, അതിൽ എത്ര ബാക്കി, ഏത് അക്കൗണ്ടിൽ എന്നുള്ളതാണ് പറയേണ്ടി വരും.